ഒരു രോഗി തനിക്ക് രോഗമുണ്ടോ രോഗമില്ലേ എന്ന് തീരുമാനിക്കുന്നത് രോഗമുണ്ടോ അതോ രോഗമില്ലേ എന്ന് ഡോക്ടർ കണ്ടുപിടിക്കുമ്പോഴാണ്. രോഗമുണ്ടെന്നൊരു രോഗി വിശ്വസിക്കുന്നതിനേക്കാളും നല്ലത് ഡോക്ടർ ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്തും. പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് ഡോക്ടറെ വളരെ വിശ്വാസം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എൻ്റെ ഈ ഒരു 10 മരുന്നുണ്ട്. ഇത് നമ്മുടെ ഫാർമസിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ നാളെ വൈകുന്നേരം ഒന്ന് പിന്നെ എക്സാമിനേഷന് വീണ്ടും വരണം. ശരി. വരൂ വരൂ. എന്താ പ്രശ്നം? പേഷ്യൻ്റ് ഇവിടെ എന്താ പേര്? സുഗുണൻ. സുഗുണൻ. എത്ര വയസ്സ്? 45. 50 ഏജിൽ തന്നെ കൺഫ്യൂഷനാണോ? നല്ലപോലെ ബ്രീത്ത് ഒന്ന് എടുക്കൂ. വലിച്ചിട്ടു. ഓക്കെ. എപ്പോൾ തുടങ്ങിയത്? രാവിലെ തൊട്ട്. രാവിലെ തൊട്ട്. എന്താ കഴിച്ചേ? ശകലം ചക്കപ്പഴം. ചക്കപ്പഴം വീക്ക്നെസ് ആണോ? അതെ, കുറച്ച് ഏറെ കഴിച്ചു പോയി. ചക്കപ്പഴം വലിയ വീക്ക്നെസ് ആണല്ലേ ഫ്രണ്ടിന്? കഴിച്ചോണ്ടിരിക്കും. വീട് എവിടെയാ? തിരുവനന്തപുരം തന്നെ. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൊഡക്ഷനിൽ കുക്കാണ്. പ്രൊഡക്ഷൻ. ഏത് പ്രൊഡക്ഷൻ? അങ്ങനൊന്നുമില്ല, നമ്മളിങ്ങനെ. ഏതിൻ്റെ കൺട്രോൾ? ഞങ്ങളൊക്കെ സിനിമാക്കാരാണ്. നല്ല വേദനയുണ്ട് കേട്ടോ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പ്രഷർ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. അപ്പോൾ ചക്കപ്പഴം എപ്പോഴാണ് കഴിച്ചേ? ഒരു 10 മണിയായി കാണും രാവിലെ. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. സാധാരണ ഈ നെഞ്ച് പടപടാന്നിരിക്കാറുണ്ടോ? ചെറുതായിട്ട്. ഒരു കൈക്ക് ഏതെങ്കിലും തരത്തിൽ ചെറിയ പെയിനോ അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ. ഇവിടെ അല്ലേ? ഇവിടെ. എക്സാക്ട്ലി. പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജോയിന്റിൽ വേദന അല്ലേ? പലപ്പോഴും ജോലി ചെയ്യാതിരിക്കുമ്പോൾ. ഈ ഷോൾഡർ പൊക്കുമ്പോൾ അവിടെ കിട്ടുക്ക് എന്നൊരു സൗണ്ട്, ശബ്ദം. അയ്യോ, അല്ല ഇതിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ ഇതൊക്കെ സോൾവ് ചെയ്യാന്നുള്ള പ്രശ്നങ്ങളാണ്. അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. പ്രശ്നമാണോ എന്ന് വെച്ചിരുന്നാൽ നമ്മൾ അതെങ്ങനെ അഭിമുഖീകരിക്കുന്നു പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? ഇത് ചക്കപ്പഴം കഴിച്ചതിൻ്റെ വേദനയാണെന്നായിരിക്കും ഒരു പക്ഷേ. എന്താ പറഞ്ഞ പേരുണ്ട്? സുഗുണൻ തോന്നുന്നു. പക്ഷേ ഞാൻ പിന്നെ പറയാം. രോഗിയെ ടെൻഷൻ അടുപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഇവിടുന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ കേട്ടോ. വീട്ടുകാരെ അറിയിപ്പിക്കട്ടെ സാറേ. വീട്ടുകാരെ അത് വേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എന്തായിരുന്നാലും സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ വീട്ടുകാരെയൊക്കെ എല്ലാവരും അറിയിച്ചോളൂ. കാരണം പിന്നെ ഇത് പുള്ളി പറയുന്ന പോലെയല്ല. കണ്ടെടുത്തോളാം. പരമ്പരാഗതമായിട്ട് വേറെ വയറുവേദന ആർക്കും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം കേൾക്കുകയാണ്. വീട്ടിൽ ആർക്കും വയറുവേദന വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് പ്രസവവേദനയായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുമോ? വല്ലപ്പോഴും ഇവര് കഴിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ ഓക്കെ. ഏത് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ വിദേശ മദ്യമാണോ അതോ നാടൻ? ഇവര് എന്തോ കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ആഘോഷമൊക്കെ ആണല്ലേ? സിനിമാക്കാരല്ലേ? അതൊന്നും പേടിക്കണ്ട.
ഒരു ചെറിയ തോതിൽ കഴിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് വിയോജിപ്പൊന്നുമില്ല. അതൊരു രസത്തിന് നല്ലതാണ്. അതിൽ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് ഭേദമാക്കാൻ ഞങ്ങളുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായി. ലിവറിന് പ്രോബ്ലം ഉണ്ടാവും, ചെറിയ തോതിൽ പ്രോബ്ലം ഉണ്ടാവും, പക്ഷെ അതിന് ക്യൂറുണ്ട്. നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന നമ്മളെ ലൈഫ് എന്താ എൻജോയ് ചെയ്യുന്നു, അതിന് തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല ഒരു ഡോക്ടറുടെ എയിം. ഡോക്ടർ മാക്സിമം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ജീവിതം ആസ്വദിക്കുക. നിങ്ങൾക്ക് ലിവറിന്റെ പ്രോബ്ലം, കിഡ്നിയുടെ പ്രോബ്ലം വരും, ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മളുണ്ടല്ലോ. ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. പിന്നെ ലിവർ മാറ്റാം. അതുകൊണ്ട് നിങ്ങൾ ആ വക കാര്യത്തിൽ നിങ്ങൾ ഡയറ്റ് അതൊന്നും നോക്കണ്ട. നിങ്ങൾ ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, ജീവിതം ആസ്വദിക്കുക. അത് ചിലപ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, അത് ചികിത്സയ്ക്ക് വേറെപ്പെടുന്നത് നമ്മളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വീട്ടിൽ ചെറിയ വേദന. ക്യാൻസർ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? മുത്തശ്ശന് ക്യാൻസർ ഉണ്ടായിരുന്നു. ഐ ഗസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഒരു 10 ടെസ്റ്റ് നടത്തേണ്ടി വരും. അതെ, 10 ടെസ്റ്റ് നടത്തേണ്ടി വരും. ടെസ്റ്റ് കുറച്ചിട്ട് ഒരു നേട്ടമില്ല. ഓരോ ടെസ്റ്റിനും ഓരോ പർപ്പസ് ഉണ്ട്. CT സ്കാൻ അതിൻ്റെ പർപ്പസ് അല്ല, MRI സ്കാനിൻ്റെ എക്സ്റേ എടുക്കുന്നതിൽ വേറെ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റിനും ഓരോ പർപ്പസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യും, എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. കാരണം രോഗിക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. എന്തിനാ? ഫോർ ദി വെൽ ബീയിങ് ഓഫ് ദി പേഷ്യൻറ്റ്. വേദന കുറയ്ക്കുക, അത് പെട്ടെന്ന് ഇഞ്ചക്ഷൻ, പിന്നെ ഞാൻ സിസ്റ്ററോട് പറയാം, ഇപ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ തരാം, എന്നിട്ട് അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ടെസ്റ്റ് എല്ലാം നടത്തിയതിന് ശേഷം വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ ഞാനത് എഴുതിയിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്യുക, സിസ്റ്ററിന് കൊടുത്തോളൂ, ഇന്ന് അഡ്മിറ്റ് ചെയ്യും. പിന്നെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. പിന്നെ വീട്ടുകാരെ ആരെങ്കിലും അറിയിക്കാറുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യുള്ളൂ. കുറച്ച് പേര് ബൈസ്റ്റാൻഡറായിട്ട് കുറച്ച് ദിവസം അവരിവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. എല്ലാം റെഡിയാക്കി തരാം, സന്തോഷത്തോടെ പോകട്ടോ. ഓക്കെ ആയിക്കോട്ടെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഉണ്ടല്ലോ. ഓക്കെ സ്വഭാവം. ഓക്കെ ഹലോ, അതെ, ഇന്നലെ തന്നില്ലേ ഓർഡർ, അതെല്ലാം ഡബിൾ ആക്കിക്കോളൂ കേട്ടോ. ഡബിൾ ആയിക്കോളൂ, ഇഞ്ചക്ഷനും ഒക്കെ ഡബിൾ ആയിക്കോളൂ. അതെ, പിന്നെ മെഡിക്കൽ റെപ്പിന് പറയണം, കോംപ്ലിമെൻറ്റ്സ് കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറയണം. അതെ, പിന്നെ ആ കോംപ്ലിമെൻറ്റ്സ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാച്ച് കളയാൻ പറയണം. നമുക്ക് അതും കൂടെ ഇവിടെ വിൽക്കാനുള്ളതാണ്. പറഞ്ഞ മനസ്സിലല്ലേ? ഫിസിഷ്യൻ സാമ്പിൾ നോട്ട് ടു ബി സോൾഡ് എന്ന് അതിനകത്ത് ഒട്ടിച്ചിട്ടില്ലേ, അതെങ്ങനെയെങ്കിലും ഇറേസ് ചെയ്യണം, മാച്ച് കളയണം. അതും കൂടെ നമുക്കിവിടെ വിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. കാണാമോ? തന്നെ വേണ്ട രീതിയിൽ കാണാം. അപ്പോൾ സാമ്പിൾ മാക്സിമം കൊടുത്തയക്കുക, ഓർഡർ ഡബിൾ ആക്കുക. അതെ, ഒരു CT സ്കാൻ മെഷീൻ കൂടെ ഓർഡർ കൊടുത്തേക്ക്. പേഷ്യൻസ് കൂടുന്നുണ്ട്, എഴുതുന്നുണ്ട് ഡെയിലി. എങ്ങനെ പോയാലും ഞാനൊരു 5 എണ്ണം എഴുതും. താങ്ക് യു.